So welcome to the module 6. Okay, module 6 ൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് curve fitting method ആണ്. Curve fitting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് സെറ്റ് ഓഫ് പോയിന്റ്സ് തരും x വാല്യൂസും y വാല്യൂസും. ഓക്കെ, അത് വെച്ചിട്ട് ഇപ്പോൾ എക്സിന് തന്നെ x1 x2 up to xn വാല്യൂസ്, yക്ക് y1 y2 up to yn വാല്യൂസ്. അപ്പോൾ ഇങ്ങനെ തന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഏതെങ്കിലും ഒരു കർവിലേക്ക് ഫിറ്റ് ചെയ്യണം. ദാറ്റ് കർവ് ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവാം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പാരബോള ആവാം. സ്ട്രെയിറ്റ് ലൈനിലേക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പാരബോളയിലേക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം, ഇത് രണ്ട് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഫിറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ ബൈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഈ മെത്തേഡിന്റെ പേരാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്കാണ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പണ്ട് മുതൽ പഠിക്കുന്നതാണ് y = a + bx, റൈറ്റ്? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സമ്മേഷൻ കൊടുക്കുന്നു. ഓക്കെ, സമ്മേഷൻ y എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് a equivalent to na ആണ്. അതായത് എത്ര വട്ടം ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നു അതിന് മീനിങ് എന്താണ്, അതിന് പകരം ആ നമ്പർ കൊണ്ട് ആ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ സമ്മേഷൻ ഇവിടെ n എന്നാവും, na + b × സിഗ്മ x. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എക്സ് കൊണ്ട് ഈ വൈനെ നമ്മൾ സെക്കൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിഗ്മ എക്സ് കൊണ്ട് ഈ വൈനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ സിഗ്മ എക്സ് വൈ = a × സിഗ്മ എക്സ് + b സിഗ്മ എക്സ് സ്ക്വയർ. സോ ഇത് രണ്ടുമാണ് നമ്മൾക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ നമ്മൾക്ക് കിട്ടുന്ന തന്നിരിക്കുന്ന പോയിന്റ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനലി നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനിലേക്ക് കൊടുക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമതുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി പാരബോളയിലേക്ക് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് ഡിഗ്രി പാരബോള ആണെങ്കിൽ ഇക്വേഷൻ a + bx കൂടെ ഒരു cx², ഒരു സ്ക്വയർ ടേം കൂടി വരും. എന്നിട്ട് നേരത്തെ ചെയ്യുന്ന പോലെ നമുക്കിപ്പോൾ ഇവിടെ 3 കോൺസ്റ്റന്റ്സ് ഉണ്ട്, a b c. അപ്പോൾ ഈ 3 കോൺസ്റ്റന്റിനെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഇക്വേഷൻ വേണം. അത് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ഈ y പ്രീവിയസ് നമ്മൾ ചെയ്ത പോലെ തന്നെ സിഗ്മ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം സിഗ്മ y = na + b സിഗ്മ x + c സിഗ്മ എക്സ് സ്ക്വയർ. അതിനുശേഷം സിഗ്മ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിഗ്മ എക്സ് കൊണ്ടാകുമ്പോൾ a സിഗ്മ എക്സ് + b സിഗ്മ എക്സ് സ്ക്വയർ + c സിഗ്മ എക്സ് ക്യൂബ്. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സിഗ്മ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം a സിഗ്മ എക്സ് സ്ക്വയർ + b സിഗ്മ എക്സ് ക്യൂബ് + c സിഗ്മ x⁴. എന്നിട്ട് ഈ 3 ഇക്വേഷൻസും ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടും. അത് എന്നിട്ട് ഈ ഫിറ്റ് കർവിലേക്ക് കൊടുക്കുക. സോ ഇതാണ് സെക്കൻഡ് ഡിഗ്രി പാരബോള. ഓക്കെ, സോ സ്ട്രെയിറ്റ് ലൈനിലും സെക്കൻഡ് ഡിഗ്രി പാരബോളയിലും ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് ഉള്ള ഒരു മൊഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, സോ നമുക്കിത് എങ്ങനെയാണെന്ന് ഒരു പ്രോബ്ലം വെച്ച് നോക്കാം. സോ ഫസ്റ്റ് ഒരു ഇക്വേഷൻ നോക്കിക്കേ, കുറച്ച് പോയിന്റ്സ് തന്നിരിക്കുകയാണ്. അതായത് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 1 2 3 4 6 8, വൈയുടെ 2.4 3 3.6 4 5 6. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ കർവ് y = a + bx ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. അതായത് ഒരു ഡേറ്റ, ഈ ഡേറ്റയിൽ നിന്നും നമ്മൾക്കൊരു കർവിലേക്ക് ഫിറ്റ് ചെയ്യണം ആൻഡ് ദാറ്റ് കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ y = a + bx, സിഗ്മ y = na + b സിഗ്മ x ആൻഡ് സിഗ്മ എക്സ് വൈ = a സിഗ്മ x + b സിഗ്മ x സ്ക്വയർ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂസ് എഴുതുക, വൈയുടെ വാല്യൂസ് എഴുതുക. എക്സിന്റെ വാല്യൂ 1 2 3 4 6 8 1 2 3 4 6 8 എന്ന് എഴുതുക. വൈയുടെ വാല്യൂസ് 2.4 3 3.6 4 5 6 എന്നുള്ളത് ഇവിടെ എഴുതുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വേണ്ട ടേംസ് എന്തൊക്കെയാണ്, എക്സ് വൈ വേണം, സിഗ്മ എക്സ് വേണം, എക്സ് സ്ക്വയർ വേണം. സോ അതുകൊണ്ട് തന്നെ എക്സും വൈ എഴുതിയിട്ട് എക്സ് വൈയും കണ്ടുപിടിക്കണം, എക്സ് സ്ക്വയറും കണ്ടുപിടിക്കണം. ഈ എക്സിനെ നമ്മൾ ടോട്ടൽ ആഡ് ചെയ്ത് സിഗ്മ എക്സ് കിട്ടില്ലേ, അത് 24. ഈ വൈനെ ടോട്ടൽ ആഡ് ചെയ്ത സിഗ്മ വൈ 24. ഇനി എക്സ് ഇൻറ്റു വൈ നമ്മൾ 1 × 2.4 ആണ്, 2 × 3 6, 3 × 3.6 10.8, ഇങ്ങനെ 4 × 4 16, 6 × 5 30, 8 × 6 48. ഇതാണ് നമ്മുടെ എക്സ് വൈ വാല്യൂ. ഇതിന്റെ സമ്മേഷൻ എടുത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ, അതായത് ഇതിന്റെ സ്ക്വയർ, അതായത് 1 4 9 16 36 64 എന്നുള്ള വാല്യൂ. ഇതും സമ്മേഷൻ എക്സ് സ്ക്വയർ ആഡ് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഈ രണ്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സിഗ്മ വൈ = സിഗ്മ വൈയുടെ വാല്യൂ എത്രയാണ്, 24. സോ 24 = n. n മീൻസ് എത്ര പോയിന്റ്സ് ഉണ്ട് നമുക്ക്, 1 2 3 4 5 6 പോയിന്റ്സ് ഉണ്ട്. സോ 6 × എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതല്ല, നമ്മൾ എത്ര പോയിന്റ്സിലാണ് നമുക്ക് ഈ കർവിനെ ഫിറ്റ് ചെയ്യേണ്ടത്, 6 അല്ലേ. സോ 6 പോയിന്റ്സ് അല്ലേ, 1 2 3 4 5 6, റൈറ്റ്. സോ 6 × a + b സിഗ്മ എക്സ് 24 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. സിമിലർലി സിഗ്മ എക്സ് വൈ = എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് വൈ, അതായത് ഇതിനെ ആഡ് ചെയ്യുന്നത് 1 1 3.2 = a × സിഗ്മ എക്സ്
സിഗ്മ എക്സ് എന്താ 24 പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ എത്ര 130. സോ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ രണ്ട് വേരിയബിൾസ് രണ്ട് ഇക്വേഷൻ തന്നാൽ അതിനെ സോൾവ് ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. സോ എയുടെ വാല്യൂ 1.9765 എന്നും ബിയുടെ വാല്യൂ 0.5059 എന്നും കിട്ടി. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ we know the straight line equation as y equal to a plus bx and substitute the value of a and b. That is y equal to 1.9765 plus 0.5059x. So ഇതാണ് ഒരു curve fit line straight line curve fit ചെയ്യുന്നത് ഈ പോയിന്റ്സ് വെച്ചിട്ട്. ഓക്കെ, ഇത് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ടാണ്. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനിൽ another question ഇവിടെ നമ്മളൊരു ലീസ്റ്റ് സ്ക്വയർ വെച്ചിട്ട് ഇത് ഏതാണ് പരാബോള അല്ലേ. സോ ഒരു പരാബോളയിലേക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം? നേരത്തെ സെയിം ഇക്വേഷൻ തന്നെ ഉള്ളൂ, പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം സിഗ്മ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് സിഗ്മ എക്സ് പിന്നെ സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ ഇത്രയും വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എക്സും വൈയും എഴുതിയിട്ട് എക്സ് വൈ കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ എക്സ് സ്ക്വയർ വൈ കണ്ടല്ലോ, എക്സ് സ്ക്വയർ വൈ കണ്ടുപിടിക്കണം. പിന്നെ എക്സ് സ്ക്വയർ വേണം, എക്സ് ക്യൂബ് വേണം, എക്സ് റൈസ് ടു 4 വേണം. സോ ഇതെല്ലാം സം ചെയ്ത് വെക്കുക. എന്നിട്ട് ഈക്വേഷൻസിൽ കൊടുത്താൽ സിഗ്മ വൈ ഈക്വൽ ടു ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് സിഗ്മ വൈ 12.9 എന്ന് വന്നില്ലേ. സോ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് 12.9. നിങ്ങളിത് പോസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ടാണ്, അതായത് എക്സ് ഇങ്ങനെ എഴുതുക, വൈ വാല്യൂസ് എഴുതുക, എക്സ് വൈ കണ്ടുപിടിക്കുക, എക്സ് സ്ക്വയർ വൈ കണ്ടുപിടിക്കുക, അതായത് എക്സിന്റെ സ്ക്വയർ എടുത്തിട്ട് വൈ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയും വാല്യൂസ് വരും. നിങ്ങളിത് ചെയ്ത് നോക്കണം. എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക, വൈ സ്ക്വയർ എക്സ് ക്യൂബ് കണ്ടുപിടിക്കുക, എക്സ് റൈസ് ടു 4. ഇത് ടോട്ടൽ എടുത്തിട്ട് ആഡ് ചെയ്ത് എല്ലാത്തിൻ്റെയും സമ്മേഷൻ കൂടി കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ സിഗ്മ വൈ ഫസ്റ്റ് ഇക്വേഷനിൽ സിഗ്മ വൈ അതായത് 12.9 ഈക്വൽ ടു 5a 5 പോയിന്റ്സ് അല്ലേ ഉള്ളൂ. 5a പ്ലസ് ബി സിഗ്മ എക്സ് എത്ര 10. സോ പ്ലസ് 10b പ്ലസ് 30c. ഓക്കെ, അടുത്ത ഇക്വേഷൻ നമുക്ക് വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10a പ്ലസ് 30b പ്ലസ് 100c ഈക്വൽ ടു 37.1. നെക്സ്റ്റ് 30a പ്ലസ് 100b പ്ലസ് 354c ഈക്വൽ ടു 130.3. സോ ഇത് മൂന്നും കൂടി നിങ്ങൾക്ക് സോൾവ് ചെയ്യാലോ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാലോ നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട്. സോ എ ബി സിയുടെ വാല്യൂസ് കിട്ടും. അതിൽ നിന്നും എയും ബിയും സിയുടെ വാല്യൂ 1.42, ബിയുടെ -1.07, സിയുടേത് 0.55. അതിനുശേഷം ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതിലേക്കാ? നമുക്ക് വേണ്ട ഈ പരാബോളയുടെ കർവിലേക്ക്. സോ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയറിൽ എ ബി സിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ ഇങ്ങനെ വരും. സോ ഇതാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കർവ് ഫിറ്റിംഗ്. ഓക്കെ, താങ്ക് യു.